അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ ഒരിക്കലും വിവാദ വിഷയങ്ങളുമായി വരരുതേ എന്ന് ഒരുപാട് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ നിർബന്ധിത സാഹചര്യങ്ങളിൽ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്തിരിയുക എന്നത് ഒരു നല്ല സ്വഭാവമല്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിൻ്റെ വല്ലാത്തൊരു വെമ്പൽ, ഒരു വേദനയാണ് എന്നെ ഈ വീഡിയോയിലേക്ക് എത്തിച്ചത് എന്നുകൂടി ഓർമ്മപ്പെടുത്തണം. ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഞാൻ മുഖദ്ദിമ നീട്ടിക്കൊണ്ടുപോവല്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, നമ്മുടെ എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദാണല്ലോ. ആ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ് ഉണ്ടാക്കിയ, അവിടുത്തെ ചോര നീരാക്കി വളർത്തിയെടുത്ത ഒരു സ്ഥാപനമാണ് ഇഹ്യാ ഉസുന്ന എന്ന് പറയുന്ന സ്ഥാപനം. അവിടുന്ന് തന്നെ മുൻകൈയെടുത്ത് അവിടുത്തെ വഫാത്തിന് ശേഷം ആ സ്ഥാപനം നടത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് ഇന്ന് സമസ്തയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുവന്യരായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവിടുത്തെ ശിഷ്യനായി ഇഹ്യാ ഉസുന്നയിലെ ഉപ്പും ചോറും തിന്ന് കുറേ കാലം അവിടെ വളർന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്ന് ഞാൻ പറയുന്നത് കരുതിക്കൂട്ടി പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ നൗഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടേണ്ടത് എന്ന് എനിക്കറിയാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നൗഷാദ് എന്താ പറഞ്ഞേ, ഏഷണിയോ, നൗഷാദ് ഏഷണിന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒന്ന് കേൾക്കും അഹ്സനി എന്ന് പറഞ്ഞൂടെ. അഹ്സനി എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറയാൻ മൂപ്പർക്ക് തന്നെ ഇഷ്ടമില്ല. കാരണം എന്താ പറയുക, മൂപ്പരന്നെ പറയുന്നുണ്ട് ഞാൻ അതിന്നൊക്കെ എന്നോ മാറി, നിങ്ങളവിടെ കുറിച്ച് നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മൾ മൂപ്പരെങ്ങനെ അങ്ങനെ പറയാം? നമുക്ക് പറയാനുള്ള അധികാരമില്ലല്ലോ. എന്നെക്കുറിച്ച് അങ്ങനെ പറയണ്ടെന്ന് മൂപ്പർക്ക് തന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? വേണമെങ്കിൽ നോക്കി, ഞാൻ വെറുതെ പറയല്ല. മനസ്സിലായില്ലേ? പേരുമ്മലൊന്നും കഥ ഉണ്ട് എന്നുള്ളതൊക്കെ മൂപ്പര് വിട്ടുകണം. അപ്പൊ പിന്നെ ഞാനിപ്പോ ഇനി പറയുന്നത് ശരിയില്ലല്ലോ. നൗഷാദ് എന്ന് പറയുന്നത് ശരിയുണ്ടോ എന്നുള്ളതാണ് വേറെ ചിന്തിക്കണം. എന്താന്ന് വെച്ചാൽ നൗഷാദ് എന്ന് പേരുള്ള എത്രയോ ആളുകളുടെ നൗഷാദ് ആ പേര് മാറ്റിയാളെ മോനെ എന്ന് റഈസുൽ ഉലമ പറഞ്ഞു എന്ന് നേരെ അനുഭവമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. എൻ്റെ പേര് ഉസ്താദ് മാറ്റി, ഞാൻ ആധാറിൽ പോലും പേര് മാറ്റിയായിരുന്നു. അദ്ദേഹം മുത്തവ്വലിലേക്ക് ഇഹ്യാ ഉസുന്നയിലേക്ക് ചെന്നപ്പോൾ ഉസ്താദ് ആ പേര് മാറ്റി. 1, 2, 3 ഒന്നുമല്ല, അത്രയും ഇഷ്ടമാണ് ശിഷ്യനോട്. അപ്പോൾ അത് പോട്ടെ. അങ്ങനത്തെ ഒരു മനുഷ്യൻ, അയാൾ ഒരു സുപ്രഭാതത്തിൽ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വഹാബികളുമായി ചില സംവാദങ്ങളും ഖണ്ഡനങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ മുന്നിൽ നിന്നു, അല്ലെങ്കിൽ നിർത്തി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ മെല്ലെ മെല്ലെ പിച്ച വെച്ച് വളരാൻ തുടങ്ങി. ദഅവാ കോളേജുകളിൽ കുറച്ചു കാലം നിന്നു, കാവനൂരും അങ്ങനെ പല ഏരിയകളും, ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വളർന്നപ്പം അദ്ദേഹത്തിന് തോന്നി ഞാൻ വളരുന്നുണ്ട് എന്ന് തോന്നി എന്നാണ് എനിക്ക് മനസ്സിലായത്. അള്ളാഹു ആലം, കൽബ് കാണാനുള്ള കഴിവ് എനിക്കില്ല. എന്നിരുന്നാലും എനിക്ക് 1-2 സംശയങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം. ഒന്നെന്താന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ പറയാം. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയും വഹാബികൾക്കെതിരിലൊക്കെ പല വേദികളിലും അദ്ദേഹം വരികയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അങ്ങനെ പോകുമ്പോൾ ഏതൊരാളും വാചാലനാകുമ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ റബ്ബ് എന്നതിന് തിരഞ്ഞെടുത്തു, അൽഹംദുലില്ലാ ഇതിൻ്റെ ഒരു കഴിവാണ്, ഞാനൊരു സംഭവമാണ്, ഞാനൊരു പ്രസ്ഥാനമാണ് എന്ന് ചിന്തിച്ചാൽ അയാളെക്കുറിച്ച് നമുക്കൊന്നും പറയാലോ. ഒരാൾ ചിന്തിച്ചാൽ അയാളെക്കുറിച്ച് നമുക്കൊന്നും പറയാല. ഇദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. സാഹചര്യങ്ങളിൽ നിന്ന് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. അങ്ങനെ അദ്ദേഹം ഇദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ മുതലെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹം ഉസ്താദിനെ കുറിച്ചൊക്കെ ഒരുപാട് മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഉസ്താദ് സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്.
പൊന്മുള ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മൗലാന പേരോട് ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വിശദീകരിക്കലുണ്ട്, ഇത് മനസ്സിലാവാത്ത ചിലരുണ്ട്. എന്താണ് ഇപ്പോൾ ഈ സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം അതിൻ്റെ ഒരു നല്ല മട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ കേരളത്തിലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് കടന്നു വരികയാണ്. ഷഅർ മുബാറക്ക് വന്നപ്പോൾ അന്നും എന്നും സുൽത്താനുൽ ഉലമയോട് വെറുപ്പുള്ള ചില ആളുകൾ ആ ഒരു വെറുപ്പ് വെച്ചിട്ട് ഷഅർ മുബാറക്കിനെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും മുത്തു മുഅ്മിനീങ്ങളുടെ ഹൃദയം പടക്കാൻ തുടങ്ങി. ഉലമാ അതിന് തെളിവ് വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ഷഅർ മുബാറക്കിനെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞു, ഷഅർ മുബാറക്കിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ അന്ന് ഇത്ര ആളുകൾക്കൊന്നും കൂടുതലായി ഇതിനെക്കുറിച്ച് അറിയില്ല. ഷഅർ മുബാറക്ക് വലുതാണെന്നും അത് മഹാന്മാർ ഉപയോഗിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഇതുണ്ട് എന്നും അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പലരും പോവുകയും വെള്ളം കൊണ്ടുവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലായി അതിനെക്കുറിച്ച് പഠനം നടത്താൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഷഅർ മുബാറക്ക് വന്ന ആ ഒരു സന്ദർഭത്തിൽ അൽഹംദുലില്ലാ ഉലമാ മുഴുവനും അതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ ഉമ്മത്ത് അത് മുഴുവനും പഠിച്ചു. പിന്നെ പഠിക്കരുത് എന്ന് വാശിയുള്ള ചിലരുണ്ട്, അവരെന്തായാലും പഠിക്കൂല. അപ്പോൾ നമ്മുടെ സംഘടനയും പ്രസ്ഥാനമൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇനി നമ്മുടെ തെരുവീതികൾ മലീമസമാവാൻ പാടില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി അവരിങ്ങനെ വെറുതെ വീണ്ടും പറഞ്ഞ് അതന്നെ പിന്നെയും പറഞ്ഞ് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദീനൊരു കാര്യമല്ല. അതുകൊണ്ട് ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചകളും ഖണ്ഡനങ്ങൾക്കും ആവശ്യമില്ല എന്നൊരു സംഘടനാ തീരുമാനം. എന്ന് പറഞ്ഞാൽ അങ്ങാടികളിലും മറ്റു കവലകളിലും വെറുതെ ഇങ്ങനെ നാവിട്ടാൻ അരക്കുന്നൊരു സ്വഭാവം വേണ്ട എന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തി ചിന്തിച്ചു, പടച്ചോനെ ഇതിപ്പോൾ വന്നാൽ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കുക? ദീന് നിലനിൽക്കാൻ വേണ്ടി സംസാരിച്ച ഉലമാവ് പറഞ്ഞു, ദീന് പഠിക്കേണ്ടവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് വേറെ സാധനം വർക്കൗട്ടായി. കാരണം എന്താ വെച്ചാൽ വീട് പണി തുടങ്ങിയിരിക്കണ്, വണ്ടി എടുത്തിട്ട് ഞാൻ കേട്ട് അടവടക്കണ്ടേ, പ്രശ്നമല്ലേ, ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ പ്രശ്നമായി. അപ്പം ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞ നിങ്ങൾക്കറിയോ? അല്ലാഹു സുബ്ഹാന മൻജല്ല അവർ പറഞ്ഞത് നമ്മൾ കേൾക്കണം, പറഞ്ഞ് നമ്മൾ പഠിക്കണം എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം താജുൽ ഉലമയെ കുറിച്ച് പറഞ്ഞ എന്താന്ന് കേട്ടോളി. ശംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ വന്ന ഹദറത്തേതാ? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. പോരാ, ഉള്ളാൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ച് മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാരിലല്ലേ എത്തിയത്? അൻതഅലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ നയിച്ചത്. കണ്ടോ, അൻത അലൽ ഹഖ് എന്ന് ഖുതുബുൽ ആലം പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ടോ? വേറൊന്ന് അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദീനിൻ്റെ ഹക്കിൻ്റെ മേലിൽ നിലകൊള്ളണം എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത്. അത് ഞാൻ വേറെ സംഗതി പറഞ്ഞേക്കാം, രസമുണ്ട്. ഇതൊക്കെ ഫുള്ള് കോമഡിയാണ്. അതായത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറയും പഴയ ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ കാരണം ഞാൻ പറഞ്ഞുതരാം. സുൽത്താനുൽ ഉലമയെക്കുറിച്ച് വാനോളം പുകഴ്ത്തിയ മഹാൻ ഇന്ന് പറഞ്ഞത് തന്തായില്ലേ, എന്താ ഈ പറയുന്നത് നിങ്ങൾ വിചാരിച്ചേ? സുൽത്താനുൽ ഉലമയെക്കുറിച്ച് പറയാം. അത് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത് എന്ന് നിങ്ങളോട് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നമ്മൾ വിഷയത്തിൽ കിടക്കാം. എ പി ഉസ്താദിനെ കുറിച്ചും താജുൽ ഉലമയെക്കുറിച്ചൊക്കെ ഇദ്ദേഹം വാതോരാതെ സംസാരിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് എന്തേ സംഭവിച്ചത് അമ്മാണല്ലോ നമ്മൾ അറിയാം അല്ലേ? നോക്കാം, നമ്മൾ മൂപ്പര് അന്ന് എന്തൊക്കെ പറഞ്ഞിനി നോക്കാം. സുൽത്താനുൽ ഉലമയുടെ രോമാവാൻ പോലും നമ്മളൊന്നും ആയിട്ടില്ല. അത്രയും. അപ്പം ഇതൊന്നും സത്യമാണ് എന്ന് മനസ്സിലാവാതെ ഇങ്ങനെ പറഞ്ഞതേനോ, എന്തേനും ഇവരെ ലക്ഷ്യം എന്നുള്ളതെങ്കിലും നമുക്ക് ഒന്ന് മനസ്സിലാവണ്ടേ.
ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. AP ഉസ്താദിനെ കുറിച്ചും റയീസുൽ ഉലമയെക്കുറിച്ചും പൊന്മൾ ഉസ്താദിനെ കുറിച്ചും പേരോട് ഉസ്താദിനെ കുറിച്ചൊക്കെ പറഞ്ഞ ക്ലിപ്പുകളിൻ്റെ അടുത്തുണ്ട്. പക്ഷേ വീഡിയോയുടെ ദൈർഘ്യം ഭയന്നിട്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കാത്തത്. ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞു, AP ഉസ്താദിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഉണ്ടായതും താരങ്ങൾ, ഇദ്ദേഹം ഈ സംഘടനയുടെ നിയമങ്ങൾ പാലിക്കാതെ, അതായത് AP ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ SYS-ൽ നിന്നുകൊണ്ട്, മുസ്ലിം ജമാഅത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ SSF-ൽ നിന്നുകൊണ്ട് ഈ സംഘടനയ്ക്കു കീഴിൽ സംഘടനയുടെ അനുവാദമില്ലാതെ ഇനി ഇങ്ങനത്തെ പ്രഭാഷണങ്ങൾ പാടില്ല എന്നൊരു മട്ടത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ മൂപ്പർക്ക് തോന്നി, പടച്ചോനെ ഇനി ആ കട എങ്ങനെ വീട്ടുക? ഞാൻ ഈ പ്രസംഗം കണ്ടാണ് കടം വാങ്ങിയില്ല, അത് പിന്നെ വീട്ടണ്ടേ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ ആദ്യമാവാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നം തുടങ്ങി. അപ്പം മൂപ്പർക്ക് ഏതെങ്കിലും ഒരു ഓരം പറ്റി ഇങ്ങനെ പോകണം. അപ്പോഴാണ് ഒരു മഹാൻ ഇവിടെ ഇറങ്ങിയത്. എൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാണ്, എൻ്റെ കൽബ് കൊണ്ട് ഒരു വട്ടം പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, കോഴിക്കോട് ഇൻ്റർനാഷണൽ മീലാദ് കോൺഫറൻസ് നടക്കുമ്പോൾ ബഹുവന്യരായ താജുൽ ഉലമ, അതായത് ദീന് നോക്കാൻ ഞാൻ AP-നും കുഞ്ഞിക്കോയ തങ്ങളെ ഏൽപ്പിച്ചിക്കണ് എന്നു പറഞ്ഞ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഒരു മഹാൻ, അദ്ദേഹം താജുൽ ഉലമ ഉള്ള സദസ്സക്ക് ഇങ്ങനെ ആൾക്കാരും ആനപ്പൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ദ്വാരക്കുക. അന്ന് എൻ്റെ കൽബിൽ തോന്നിയാണ് ഇതൊരു സുഖമുള്ള പരിപാടി. കാരണം താജുൽ ഉലമ ഇരിക്കുന്നിടത്ത് ദ്വാരക്കാൻ മാത്രമൊക്കെ അത്രയ്ക്ക് വെറുതെ എൻ്റെ ചെറിയ മനസ്സ് തോന്നിയാണ്, അള്ളാഹു ആലം. ഏതായിരുന്നാലും അതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠനം നടത്തി. ഈ ആളാരാണെന്നുള്ളതും കൂടി പഠിക്കണം കേട്ടോ. ഈ സമൂഹത്തിലേക്ക് ഇദ്ദേഹം കയറി വന്നൊരവസ്ഥ നമ്മൾ പഠിക്കണം. വെറുതെ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നോക്കി, ഇവർ വന്ന് ഈ നൗഷാദ് എന്ന് പറയുന്ന ഹസനി അല്ല, ഞാനിന്ന് മുമ്പ് പറഞ്ഞുകൊണ്ടാട്ടെ ഞാൻ അത് പറയാൻ പഠിക്കണേ. നൗഷാദ് മുസ്ലിയാരായിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, മുമ്പ് മുസ്ലിയാരാണ്. അദ്ദേഹം തന്നെ AP ഉസ്താദാണ് ശരി എന്ന് CM വലിയുല്ലാഹി പറഞ്ഞിട്ടുണ്ട് എന്നും, ആ പറഞ്ഞതിന് നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ഞാൻ തെളിവ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂപ്പരുമായി ബന്ധപ്പെട്ട ഒരു ഹാഫിദ് എന്ന് പറയുന്ന ഒരാൾ നമുക്കറിയാമോ, എങ്ങനെ ദുബായിൽ നിന്ന് കണ്ടിരുന്നോ? എന്താണ് അതല്ല, ദുബായിൽ നിന്ന് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആൾക്കാർക്ക് എവിടേക്കും പോകാലോ, ഒന്നും വിഷയമല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഈ ഹാഫിദ് പറഞ്ഞ ആളെ ഉപ്പ തന്നെ പറയുകയാണെന്ത്, ഉപ്പന്നെ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അത് പ്രശ്നമാക്കണ്ട. അങ്ങനെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ശേഖനായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പത്രങ്ങളുടെ തമസ്തരണ്ടായി എന്ന് കാണുന്നല്ലോ. ശേഖന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ, അല്ലേ? സമസ്ത ഒന്നേ ഉള്ളൂ. ഏതെങ്കിലും കുഞ്ഞിക്കാലത്തങ്ങൾ ഇവിടെ വന്നു ദീനന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ശേഖനായുടെയും AP-യുടെയും കുഞ്ഞിക്കായ തങ്ങളുടെയും കുഞ്ഞിൽ അണിഞ്ഞിരുന്നോ കേട്ടങ്ങളെ കേട്ടോ. ഇതിൽ സമയം ദീർഘിക്കും വിചാരിച്ചില്ല, എനിക്കിത് കുറേ പറയാണ്ട്. പറഞ്ഞാൽ ഇതിപ്പോൾ ഹാഫിദ് അബ്ദുൽ ഹക്കീം പറയുന്ന മൂലേറെ ഉപ്പ പറയണത് എന്താ പറയുക, AP-ക്കും പിരിഞ്ഞ സമയത്ത് ഞങ്ങൾ ഖുതുബുൽ ആലം CM വലിയുല്ലാഹിയുടെ അടുക്കൽ പോയപ്പോൾ ചോദിച്ചു, എന്താണ് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ സമസ്ത പിരിഞ്ഞു എന്ന് കാണുന്നുണ്ടല്ലോ, എന്താണ് ചെയ്യാൻ? അപ്പോൾ പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ, ദീന് നോക്കാൻ ഞാൻ ഉള്ളാൾ തങ്ങളെയും കുഞ്ഞിക്കോയ തങ്ങളെയും AP-യെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ അവരുടെ പിന്നിൽ പിന്തുടരുക എന്ന് പറഞ്ഞു. ഞാനല്ല കേട്ടോ, അരെ ഹാഫിദിൻ്റെ ഉപ്പേണി പറയണേ, മൊയിലാർ പറഞ്ഞ CM വലിയുല്ലാഹി ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഖുതുബുൽ ആലം എന്തായാലും ഖുതുബുൽ ആലമാണല്ലോ, ഞാനോ വിശ്വസിക്കുന്ന ആളാട്ടോ. എല്ലാവരും വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഞാൻ പിന്നെ വേറെ പറഞ്ഞുതരാം. ഈ CM വലിയുല്ലാഹി ഇത്രയും കറാമത്തുള്ള മഹാനാണ്, അത് ഞാനും നിങ്ങളും അംഗീകരിക്കുന്ന സംഭവമാണ്. ഓർക്കിപ്പോൾ എന്താ പേച്ച്? അവരെടുത്താണോ ഇപ്പോൾ തെറ്റിയത്? ഞാൻ ദീനെ ഏൽപ്പിച്ച ആള് താജുലുൽമീൻ ബാച്ചി, പിന്നെ സുൽത്താനുൽമീൻ ബാച്ചി, ഇപ്പം ആരുടെ പിന്നെ സത്യമല്ല. അല്ല, അതാണ് ഇപ്പം എനിക്ക് മനസ്സിലാണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഈ സംവാദത്തിനും ഇതിനൊക്കെ കൂടി
ജോലി പോകുമോ എന്ന് പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് സമസ്തയുടെ ഉലമാ എന്ത് ചെയ്ത് ഇവിടെ ഇയാളെ ഈ കടന്നു വരലുണ്ടല്ലോ മൂപ്പര് ഒരു ഓവറാക്കലുണ്ടോന്ന് ആർക്ക് തോന്നി? ഉലമാവിന് തോന്നി. ഇതാ മൂപ്പരെന്നെ പറയുന്നുണ്ട്, ഞാൻ പറയില്ല. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാലടുത്ത് എന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ വലിയ വീടാണ് ഞാൻ പറയുന്നത്. ദീന് നോക്കാൻ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരെ പിന്തുടരുക. ഇനി ഇയാളെ മുരീദ് പറയണ കേട്ടോളിട്ടോ. മുരീദ് പറയണ എന്താ? മുരീദ് പറയണതേ ഹക്കിന്റെ മേലില് പിന്നെ നിന്നോണ്ടീന്ന്, അതായത് ഹക്ക് നിങ്ങളെടുത്താണ് എന്നല്ല പറഞ്ഞത്, പിന്നെ ഹക്കിന്റെ മേലില് നിൽക്കണട്ടോ എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ വാപ്പനോട് ഇപ്പൊ എന്തിനാ ചെയ്യാൻ പറയും വാഹി ഓരോ കൂടെ നിന്നോടി എന്ന് പറഞ്ഞത്? അതാണല്ലോ നമ്മളറിയാം. കുറെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവരെന്നെ പറയുന്നുണ്ട്. കുറെ ആൾക്കാരോട് പറയണോ? അത് AP ഉസ്താദിനോടുള്ള തങ്ങളോടല്ലേ പറയണ്ടേ നിങ്ങൾ ദീനിന്റെ പേരിൽ നിൽക്കണം കേട്ടോ? അങ്ങനല്ലേ ഇവരോടാ പറയണെന്ത്? നിങ്ങൾ അവരെടുത്താണ് ഹക്ക്, അതിൽ നിങ്ങൾ നിൽക്കണം കേട്ടോ. ഇവരോട് വിഷയം മനസ്സിലാവല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലാത്ത കുറെ പ്രശ്നങ്ങളുടെ ഇവിടെ ഈ പറഞ്ഞതാണ് സിയമുല്ലാക്കാണോ പേച്ചത്, അല്ല ഇയാളെ വാപ്പക്കാണോ പേച്ചത്, അല്ല ഇയാൾക്കാണോ പേച്ചത്, അല്ലാതെ കൂടി കണ്ട ഞമ്മക്കാണോ പേച്ചത്? എവിടെയാണ് ഇതിന്റെ ഒരു സംഗതി പിടുത്തം കിട്ടില്ല. റഈസുൽ ഉലമ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പ്രസംഗിച്ച ആള് പിന്നെ കണ്ടീന് കേട്ടോ പെട്ടെന്ന് ഒറ്റ മാറ്റം. അതായത് പരിപാടികളൊന്നും അല്ലാതെ ഞാൻ ഇതിലൊന്നും പങ്കെടുക്കണ്ട, അത് പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രസ്ഥാനമാണല്ലോ തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോ ഇവരെടുത്ത് അത് പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ, ഇവരെടുത്ത് ചില കള്ളക്കളികൾ ഉണ്ട് എന്ന് പ്രസ്ഥാനം മനസ്സിലാക്കിയപ്പോൾ, ഇത് ഞാൻ പറയല്ല, അതിന്റെയൊക്കെ വീഡിയോ എന്റെ അടുത്തുണ്ട്, മനസ്സിലാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമസ്ത തന്നെ ഔദ്യോഗികമായി പറഞ്ഞു ഇവരടുത്ത് പിഴവുണ്ട്. അതായത് ദിവസം ഇടക്കിടക്ക് നീറ്റ് പോവാണ്, അവിടെ ഹോസലാദ് വന്നീനി, ഇഫായ് ഷെയ്ഖ് തങ്ങൾ വന്നീനി, ഇത് തന്ന അത്തർ ഉഷാറാണ്, അതിനപ്പം മൊയ്ത് ഷെയ്ഖ് തേച്ച് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ശറഇന് നിലക്കാത്ത ചില കാര്യങ്ങൾ പച്ചയായി ബോധ്യപ്പെട്ടപ്പോൾ അത് പ്രസ്ഥാന ബന്ധുക്കളെ അറിയിച്ചു. അപ്പൊ അയാൾക്ക് ഹാലിളക്കാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു പൊന്മളയും പേരോടും കള്ളന്മാരാണ്. അതേസമയം ആരുഷാറാണ്? AP ഉസ്താദും സുലൈമാൻ ഉസ്താദും ഉഷാറാണ്. അതാണ് ആരോ ഉഷാറ്? AP ഉസ്താദ് ഉഷാറാണ്. പിന്നെ ആരും ഉഷാറാ? താജുൽ ഉലമയും ഉഷാറാണ്. പൊന്മുള ഉസ്താദ് ശരിയില്ല, പേരോട് ഉസ്താദും ശരിയില്ല. അവിടേക്കെത്തി കാര്യങ്ങൾ. അങ്ങോട്ട് എത്തിയപ്പോ പിന്നെ അതൊന്ന് പഠിക്കണല്ലോ. ഏതായിരുന്നാലും പൊന്മുള ഉസ്താദ് കാര്യങ്ങൾ ശരിക്കും പഠിച്ച് ആരോ ചോദിച്ച് എന്ത് ഇങ്ങനെ ഒരു ഹാഫിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പഠിച്ച കാര്യം അവര് പറഞ്ഞു. പഠിച്ചത് പറയാക്കാം, പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാന് കഴിയൂലല്ലോ. അവര് പറഞ്ഞതോടുകൂടി ഇളകാൻ തുടങ്ങി. കാരണം ഇയാൾ ഭയങ്കര സംഭവമാക്കി രാത്രി ഒരു 1.5 മണിക്കൊക്കെ സ്റ്റേജിമൊക്കെ ഇങ്ങനെ കണ്ണിമ്പി ഇങ്ങനെ വരിക, ഇങ്ങനെ കാക്കിയാണ്ട് ഇങ്ങനെ വരികയല്ലേ. അപ്പൊ ആളുകൾ ഇതെന്തോ സംഗതിയാണെന്ന് മനസ്സിലാക്കി. പിന്നെ പൊന്മുസ്താ പറഞ്ഞപ്പോ മനസ്സിലായി ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലായപ്പോ മയ്യത്തിൽ നിന്ന് പേനിറങ്ങുന്നത് പോലെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് വന്നു. അതായത് അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, കാരണം പൊന്മള കാസിമിയാണ്, അതിനിപ്പോ എന്താ പ്രശ്നം എന്നല്ല എനിക്ക് മനസ്സിലായില്ല. പിന്നെ പേരോട് ഉസ്താദ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരിൽ ഇങ്ങനെ ചറപ്പറാന്ന് പറയാൻ തുടങ്ങി. അതെന്തിനാന്ന് വെച്ചാൽ അപ്പൊ പലരും വിചാരിച്ചു ഇവർക്ക് AP ഉസ്താദിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഞാൻ വെറുതെ അങ്ങനെ പറയല്ല കേട്ടോ, അവരെന്നെ പറയുന്നതാ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കൊണ്ട് ഞാനൊരു മനുഷ്യനല്ല എന്ന് നിങ്ങൾ പറയിപ്പിച്ചാൽ പോലും ആ ഉസ്താദിന്റെ മദ്ഹല്ലാതെ ഒരു വാക്ക് ഞങ്ങൾ പറയുമെന്ന സ്വപ്നം നിങ്ങൾ ദുനിയാവിൽ വെച്ച് കാണേണ്ടതില്ല. എന്റെ ഉസ്താദ് എന്നെ ഒരു മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഉസ്താദിനെതിരിൽ ഒന്നും പറയില്ല. ഓന്റെ ഉസ്താദ് അറിയോ? സുലൈമാൻ ഉസ്താദ്. അപ്പൊ ഒന്നും പറയണില്ലല്ലോ. അതാ പറഞ്ഞത് മാക്കബലും മാബാദൊന്നും പിടുത്തല്ല. എന്താണ് ഇപ്പൊ പറഞ്ഞിനിയൊന്നും പിടുത്തല്ല, എന്താണ് ഇപ്പൊ ഇനി പറയാനുള്ളതൊന്നും പിടുത്തല്ല. ഇങ്ങനെ പോവല്ലേ.
അങ്ങനെ പോണതിന്റെ ഇടയിൽ ഇവരെ എന്ത് ചെയ്ത്, വിഷയം മനസ്സിലായല്ലോ, AP ഉസ്താദും സുലൈമാൻ ഉസ്താദും നല്ല ഉഷാറാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും സംഘടനാ പ്രവർത്തകർക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ഇത് കഴിയല്ലോ. നമ്മുടെ ഒരുമാത അത്ര വലിയ പോയത്തക്കാരൊന്നല്ല. ഒരുമാ എന്ത് ചെയ്തു, അതിനൊരു പരിഹാരം എന്നോണം സമസ്തയിൽ നിന്ന് വന്ന തീരുമാനം എന്ന നിലക്ക് അവിടുന്ന് തന്നെ ചോദ്യം ചോദിച്ചു. ഷെയ്ഖുനാനോട് ചോദിച്ചു, ഇങ്ങനെ കുരുവട്ടൂരുള്ള ആളെ കുറിച്ച് സമസ്ത തീരുമാനം എടുത്തിട്ടുണ്ട്, അത് പൊന്മുള ഉസ്താവും പേരോട് ഉസ്താവൊക്കെയാണ് അതിന്റെ ആൾക്കാർ, AP ഉസ്താനും സുലൈമാൻ ഉസ്താനും അതിന് ബന്ധമില്ല എന്ന് പറഞ്ഞു കേട്ട് അതെന്താ അങ്ങനെ ശരിയാണോ എന്നാണ് ചോദ്യം. അതിന് ഷെയ്ഖുന ശരിക്കാണ് കൊടുത്ത് മറുപടി. അതില് പിന്നെ AP ഉസ്താദും കള്ളനായി. നോക്കാം നമ്മള്. വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാ. ഈ കാലം അത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല, ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റി പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് അഷ്തരി എന്ന് പറയപ്പെടുന്ന ആൾ ശക്തിയും വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാ. ഈ കാലം അത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല, ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റി പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് അഷ്തരി എന്ന് പറയപ്പെടുന്ന ആൾ കേട്ടോ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയത് കൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നമ്മളൊക്കെ കേട്ട വീഡിയോ ആണ് ഞാൻ പറയുന്നത്. ഉസ്താദ് ശ്രദ്ധിക്കണം കേട്ടോ, അവര് കള്ളന്മാരാണ്, അവര് മോശം, അങ്ങനൊന്നും ഉലമാവ് പറഞ്ഞിട്ടില്ല. അവരിൽ നിന്ന് അവിശ്വസനീയമായ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത പലതും നമുക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അവരിലേക്ക് നിങ്ങൾ അടുക്കരുത്. അല്ലാതെ ഓരോട് നിങ്ങൾ പോയി പണിയിക്കോളി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണവരെന്ത് ചെയ്യണ്ട, അതിന് പോകണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഉസ്താദിനെ ഒറ്റയടിക്കാണ്ട് എതിർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് മെല്ലെ 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 എങ്ങനെ ആളെ വിട്ടിട്ടായി പരിപാടി. നിങ്ങൾക്കറിയോ, സമസ്ത പിളർത്താൻ വേണ്ടിയിട്ട് ചാനലിൽ പോയി 50,000 രൂപ ചാനലിൽ കൊടുക്കാൻ എനിക്ക് തന്നെന്ന് രാമന്തളി പ്രസംഗിച്ച ക്ലിപ്പിന്റെ അടുത്തുണ്ട്. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. 50, അത് ഏത് കൊല്ലായി, 8-10 കൊല്ലായി 50,000 രൂപ ചാനലുകാർക്ക് കൊടുക്കാനേ ഈ മഹാൻ കൊടുത്തിട്ട് ആര്, ഈ ഹാഫിദ് പറയുന്ന ആള്. നിങ്ങൾ ചിന്തിക്കണം, അവര് അവസാനം എവിടെ എത്തി എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. സമയദൈർഘ്യം വന്നിട്ടാണ് ഞാൻ ചുരുക്കി പറയണത്. എനിക്ക് ഒരുപാട് ഈ വിഷയത്തിൽ പറയാനുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും വീഡിയോ ആയിട്ട് ഞാൻ വരും ചെയ്യാം. സുബ്ഹാനല്ലാഹ്, എവിടെ എത്തിയെന്ന് അറിയങ്ങള്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വല്ലാത്തൊരു ഗതികേടിലാണ്. നമ്മളല്ല, അവരുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ചിന്തിച്ചു പോയി, നമ്മൾ പഠിച്ച ദീൻ അതിപ്പോ ഒരാൾക്ക് വേണ്ടി മാറ്റി പറയേണ്ട ഒരു അവസ്ഥ ഒന്നും ഇപ്പൊ ഏതായാലും ഒരാൾക്കുണ്ടാവാൻ പാടില്ലല്ലോ. ഇദ്ദേഹം പൊന്മുളസ്താദിനൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പോയതിന്റെ ഇടയിൽ ഒരു മുഖാമുഖം കിട്ടി. അപ്പൊ ഇവര് പൊന്മുളസ്താദിനെ പറ്റി പറയുന്നുണ്ട്, പൊന്മുളസ്താദ് ഭയങ്കര സംഭവമാണ്, ഓലെ കാലിന്റെ അടിയിൽ മണ്ണാവാൻ മാത്രമേ ഞാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രസ്ഥാനം എന്ത് ചെയ്തില്ല, പുറത്ത് നിർത്തിയൊരു പുറത്ത് തെറ്റ് തിരുത്തി തിരിച്ചു വന്നാൽ പിന്നെ മാപ്പ് കൊടുക്കണമല്ലോ. അതൊക്കെ ചെയ്ത് അദ്ദേഹം എത്രത്തോളം ഞങ്ങൾ ത്വരീഖത്ത് പഠിപ്പിക്കണോ പോലെ കേട്ടോളി. പറഞ്ഞാൽ എന്താണ് അതാദ്യം പഠിക്കണല്ലോ. വിശദീകരണം അതറിയില്ല, അത് പറ്റില്ല. അപ്പൊ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് വിരോധിച്ച കാര്യങ്ങളെ ഉള്ളും പുറവും ഒഴിവാക്കുക. നമ്മളെ കഴിവിന്റെ പരിധി അനുസരിച്ച് അല്ലാഹ് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാം. എവിടെ പറഞ്ഞു? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക, കറാഹത്ത് ഒഴിവാക്കുക. ചില കാര്യങ്ങളൊക്കെ ഹലാലാകും എന്നാലും അത് ഒഴിവാക്കുക.
എന്താ ചിലപ്പോ ഹലാലെല്ലാം ചെയ്യാൻ പറ്റും, ഹലാലാന്ന് വിചാരിച്ചെല്ലാം ചെയ്യാൻ പറ്റുമോ? ത്വരീഖത്ത് അവിടെ കട്ടെ, ശരീരത്ത് തന്നെ പറ്റും, ശരീരത്തായി ജീവിക്കുന്ന ആളാണ്. ഇപ്പൊ ഈ അങ്ങാടി കൂടി ഇങ്ങനെ കടലും തിന്നിട്ട് ഒരു വലിയ പണ്ഡിതങ്ങ് നടക്കുക, അതുകൊണ്ട് മുറുവത്തിന് കേടാ. പണ്ഡിതെന്ന് മാത്രമല്ല, ഒരു നാട്ടിലെ കാരണവരാ, ഓനൊരു ഷെഡിങ് ഉപ്പായിട്ട് നടന്ന എന്തായാലും അർത്ഥമല്ലേ? ഷെഡി മുട്ടയിലൊക്കെ മറിഞ്ഞിട്ടുണ്ട്, സംഭവത്തൊന്നും കാണില്ല. ഒരു വലിയ മുദരീസാണ്, ഒരു കൈക്കോട്ടും പിടിച്ചു പോവാ. ചെയ്യണ്ട, ഞാൻ അപ്പുറത്തെ മേമാക്കാട് ഒരു വായ കളക്കാൻ പറഞ്ഞു, അതിന് പോവാ. അത് ഓന്റെ മുറുവത്തിന് പറ്റില്ല, ഓന്റെ വീട്ടിൽ വാണി വായ ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇതിനൊക്കെ ഒരു മുറുവത്തും ഒരു മനുഷ്യത്വം ഉണ്ട്. അത് തീർത്തും ചെയ്യാനുള്ള ശരീഅത്ത് തന്നെ ഉള്ളതാണ്. ത്വരീഖത്താവുമ്പോ ശരീഅത്തിന്റെ ഏറ്റവും കൃത്യമായ പടിയാണ്. ഇത് മഹാൻ പറയാൻ കഴിഞ്ഞിട്ടില്ല. കേട്ടോ, ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ചല്ല പറയുന്നത്, ഇത് സത്യമാണ്. അതായത് ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ പടി എന്താ? ശരീഅത്ത് അറിയാത്തവനും പറ്റി ത്വരീഖത്തില്ലല്ലോ. അപ്പൊ ത്വരീഖത്തുകാരന് ശരീഅത്ത് അറിയുന്നവനേക്കാളും ശ്രദ്ധിക്കണം. ഒരു ആലിം അങ്ങാടിയിലൂടെ കടല തിന്ന് നടക്കുന്ന പോലും ശരിയല്ല എന്ന് പ്രസംഗിച്ച അതേ വ്യക്തി. അവരുടെ മാറ്റങ്ങളുടെ സമയം നമ്മൾ ചിന്തിക്കണം. സുൽത്താനുൽ ഉലമ ഇവർക്കെതിൽ പറയുന്നത് വരെ വലിയ ആളായിരുന്നു, വലിയ സൂഫിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ആളെന്നെ പിന്നെ പ്രസംഗിക്കണ നിങ്ങൾ കേട്ടണോ? സുബ്ഹാനല്ലാഹ്, നമുക്ക് കേൾക്കാൻ പോലും കഴിയൂല. അത്രയും നീചമായ രൂപത്തിലേക്കാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത്. അയാൾ പറയുന്നുണ്ട്, അതാണല്ലോ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളോട് അൻതഅലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോൾ ഉള്ളാൾ തങ്ങൾ തന്നെ അൻതഅലൽ ഹഖ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഉള്ളാൾ തങ്ങൾ നന്നായി ജീവിച്ചു, മൂപ്പർക്ക് കിട്ടി അല്ലെങ്കിൽ മൂപ്പർക്ക് പോയി. സിമ്പിൾ ആയിട്ട് പോയി പറയണം. അതൊക്കെ പറഞ്ഞോട്ടോ, അതൊന്നും നമ്മൾ ബാധിക്കുന്ന കേസല്ല. പക്ഷേ ഇവിടെ പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ക്ലിപ്പുകൾ മുഴുവൻ എന്റെ കയ്യിലുണ്ട്, പക്ഷെ സമയദൈർഘ്യമാണ് എന്റെ പ്രശ്നം. ഇത് പോയിട്ട് പിന്നെ അവസാനം ഇയാൾ പോയി പെടുന്നത് ഈ ഹാഫിദ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ വലയിലാണ്. അയാളാണെങ്കിലോ കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് കേൾക്കണേ, എന്താ അവിടെ പണിയെന്ന് എനിക്കറിയില്ല. ഏതായാലും കാട്ടിൽ നിന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ മൂപ്പര് കാട്ടിൽ നിന്ന് ഫോൺ വിളിച്ചതൊക്കെ മൂപ്പര് അളിയൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ഒച്ച കേട്ടാ ചെറിയ പോലെയുണ്ട്. ഇൻഷാ അല്ലാഹ് മൂപ്പരെ ക്ലിപ്പ് ഞാൻ പിന്നിട്ട് തന്നെ. നമ്മളെ നാടിന്റെ അടുത്താ കീശ്ശേരി ഭാഗത്തുള്ള എന്താണ് അൻവരിയോ അങ്ങനെ എന്തോ പറയണേ, നമുക്കതേ ടെൻഷനൊക്കെ ഉണ്ടായി കേട്ടാ, ചുരിച്ചു പോയപ്പോ. അങ്ങനത്തെ നമ്മളെ മന്ദിക്കിന്റെ കിതാബൊക്കെ പമ്പൈസ് ആക്കാൻ വേണ്ടിയിട്ട് 10 കൊടുത്തൊരു മൊയിലാറില്ലേ, മൂപ്പര് പറയുന്നുണ്ട് എന്ത്, പിന്നെ പട്ടിക്കാട് ഓരോ വഫാത്തായപ്പം കാട്ടിൽ നിന്ന് എനിക്ക് വിളിച്ച്, എന്നാലോ ഫോണില്ലാത്ത കാലാണെന്നും പറയുന്നത്. രണ്ടും കൂടി എങ്ങനെ ഒത്തത് എനിക്കറിയില്ല. അള്ളാഹു എന്തായിക്കോട്ടെ, ഫോൺ വിളിച്ചോളാം. ഇതിപ്പോ നമ്മളെ അത് ബാധിക്കുന്നില്ല, നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഇയാൾ പോയി 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 അവസാനം ഗ്ലോബൽ വില്ലേജിലേക്ക് പോയി. അതും പോയിക്കോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമല്ല, മൂപ്പർക്ക് ഇഷ്ടമുള്ളടത്ത് മൂപ്പർക്ക് പോവാം. പക്ഷെ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് വിശദീകരിച്ച ആളുടെ ഷെയ്ഖ് പോയപ്പോൾ ഒന്നിരിക്കലും മിണ്ടാതിരിക്കേണ്ടിയിരുന്നു. അത് ചെയ്തില്ല, അതും കുഴപ്പമില്ല. അതിനെ ന്യായീകരിച്ചതിന്റെ ന്യായീകരണങ്ങളുടെ ക്ലിപ്പുകൾ നിങ്ങൾ കേൾക്കണത് ക്ലിപ്പല്ല, ആ പ്രസംഗം കേൾക്കണം. അതെന്താ വെച്ചാൽ ദീനിനെ വികലമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവരുടെ പേക്കൂത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരിളക്കം കണ്ട് ഇളകി. അതാണ് പ്രശ്നം. റമദാന്റെ കുറച്ചു മുമ്പ് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഷവ്വാല് സാധാരണ ഷവ്വാലല്ല കേട്ടോ. അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്ന പുതിയ എന്തോ സംഭവം ഉണ്ടായി, ഇവര് ഇതൊക്കെ വിട്ടിട്ട് നന്നാവാളെന്തോ പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചു. ഷവ്വാല് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ ഷവ്വാലെല്ലാം കൂടി വവ്വാലായി പോയി എന്നുള്ളതാണ് പിന്നെ കേൾക്കണത്. എന്താ ഉള്ളവരും ഈ സാധുക്കളെ പറഞ്ഞ് പറ്റിച്ച് മൂപ്പര് വല്ല ഇവിടുന്ന് കാട്ടുപോയതാന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ, എന്താ അറിയില്ല കേട്ടോ. പോയി പിന്നെ കണ്ടിനി വീഡിയോസ് ഭാര്യനെയും കൂട്ടി ഗ്ലോബൽ വില്ലേജ് നടക്കുക. അതൊക്കെ അവനാന്റെ ഇഷ്ടമാണ്, മുഖം തുറന്നിട്ട് നടന്ന് അടച്ചിട്ട് നടന്ന് അതോ എന്തോ ആട്ടെ, അതിനെ ന്യായീകരിക്കുക. രണ്ടാളും കൂടി അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ന്യായീകരിക്കുക. അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് എഡിറ്റ് ചെയ്തതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിക്കണ്ടെന്ന് ഒരട്ടം പറഞ്ഞു നോക്കിയിരുന്നു. പിന്നെ അത് ചെലവാവില്ലാന്നുണ്ടപ്പോ പിന്നെ മസാല ശരിയാക്കാൻ തുടങ്ങി. എത്രത്തോളം എത്തിയ ഞങ്ങള് അവരവരുടെ ഭാര്യമാരെ ഷെയ്ഖുനാക്ക് വേണ്ടി ഷെയ്ഖുന ആവശ്യപ്പെട്ടാൽ, ബാക്കി ഞാൻ പറയണോ? ക്ലിപ്പ് എന്റെ അടുത്തില്ല, ഞാൻ അത് കളവല്ല പറയണേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈമാൻ പഴിച്ചു പോവും. എന്തിനാണ് വെറുതെ നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നത്? ഇത് ഈ നൗഷാദ് എന്ന് പറയുന്ന വ്യക്തി പ്രസംഗിച്ച പ്രസംഗാണ് ഞാൻ പറയണത്. എന്ത്, അവരവരുടെ ഭാര്യയെയോ പെങ്ങളെയോ മറ്റോ ഷെയ്ഖ് അത് ഹലാലാണ് എന്ന് പറഞ്ഞാൽ ഓൽക്ക് തൊടാം, അവർക്ക് ഉപയോഗപ്പെടുത്താൻ അതിലില്ല.
തൊടുക പറഞ്ഞാൽ അതിങ്ങനെ പിന്നെ അതിർലസോതൊന്നും അല്ലല്ലോ ഇങ്ങനെ തൊട്ടു പോവാന്. അത് ഹലാലാണ് എന്ന് പ്രസംഗിക്കുക. എവിടെത്തി സമൂഹം നിങ്ങൾ ആലോചിക്കുകയാണ്. അങ്ങനെ അവർ പോയി പിന്നെ സ്വാഹിബുൽ വക്ത്, പിന്നെ കുത്തുബുൽ ആലം, കുത്തുബുൽ അഖ്താബ് ഒക്കെ ആയി. ആര്? CM വലിയുള്ളാഹി അല്ലേ പറയണേ. ജീവിതത്തിൽ CM വലിയുള്ളാഹിയെ ഈ അബ്ദുൽ ഹക്കീം കണ്ടിണോന്ന് എനിക്കറിയില്ലടോ. മൂപ്പരെ വയസ്സ് കേൾക്കുമ്പോൾ കാണാൻ സാധ്യത കുറവാണ്. ഇനി കണ്ടിണെങ്കിൽ തന്നെ ചെറിയ കുട്ടിയായ സമയത്തെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അല്ല, അത് മതി. ഞാൻ അതിനെ കുറിച്ചല്ല പറയണത്. അങ്ങനത്തെ ഈ മനുഷ്യൻ ഏത് സ്വാഹിബുൽ വക്തായ മനുഷ്യല്ലേ, അയാളെ കുറിച്ചൊന്നുമല്ല ഞമ്മക്കിപ്പോ പറയാണ്, എന്നെ കുറിച്ച് പറയാണ്. ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്ത്, അപ്പൊ അപ്പുറത്തുള്ള ആള് പറയാണ് തെറ്റ് ചെയ്ത ആളുകൾ ഇപ്പൊ വീഡിയോ ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചൂടാണോ? തെറ്റ് ചെയ്ത ഏതോ ഒരാൾ വീഡിയോ ചെയ്യണം, വീഡിയോ ചെയ്ത എല്ലാവരും തെറ്റ് ചെയ്തവരാണെന്നല്ലല്ലോ ഇപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം. സുൽത്താനുൽ ഉലമ ഉള്ളാളത്ത് ചെന്നപ്പോ അവിടുന്ന് പ്രസംഗത്തിൽ എന്തു പറഞ്ഞു? കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ സ്വാഹിബുൽ വക്തും, അതായത് കുത്തുബും പിന്നെ ഔസൊക്കായി അഭിനയിക്കുന്ന ആളുകൾ. അവരെന്നാല് ആ സൂര്യനെ, സംഭവങ്ങൾ കേട്ടില്ലേ, സൂര്യനെ തിരിച്ചു വിളിക്കട്ടെ, അപ്പോഴേക്ക് ഇവിടെ ഇളകാൻ തുടങ്ങി. ഇന്നാണല്ലോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് ഇങ്ങനെ കടന്നിങ്ങനെ ഇളകി. അതില് ആദ്യം നമ്മൾ ഒതുക്കുകാരൻ എന്ത് ചെയ്ത് ഒന്ന് ഒതുക്കാൻ നോക്കി. നടക്കൂലാന്ന് കണ്ടപ്പോ, കാരണം ഈ ഗ്ലോബൽ വില്ലേജിൽ പോയതിന്റെ പല ദൃശ്യം ഞാനതൊന്നും ഇതിലിടുന്നില്ല കേട്ടോ, എന്റെ സ്വഭാവമല്ലേ, കാരണം അതത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്, സാധന്റെ അടുത്തില്ലാത്തതുകൊണ്ടല്ല. ആ സ്വാഹിബുൽ വക്തിനെ വെല്ലുവിളിച്ചപ്പോ ഈ മൂപ്പരുള്ള ഗ്ലോബൽ വില്ലേജിലാ. മൂപ്പരാണെങ്കിലോ തല മറിച്ചതും മറക്കാത്തതും, കടലെന്നല്ല തന്നെ മുറുവത്തിനെതിരാണ് പറഞ്ഞാൽ തലകെട്ട് വെച്ചിട്ടാണ് പെണ്ണുങ്ങളെ കൈ പിടിച്ചു പോയാൽ പിന്നെ മുറുവത്തിന് നല്ല അനുകൂലമായിരിക്കും. എന്താ പറയുക, ചിലപ്പോ കുത്തുബും അഖ്താബും അവിയാസും ഔസും മറ്റൊക്കെ ആയ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പറ്റുമായിരിക്കും. നമ്മളിപ്പോ ആ ലോകത്ത് എത്താത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് മനസ്സിലായത് നമ്മൾ പറയാതെ വെക്കൂല. അത്ര പേര് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും മൂപ്പര് ഇതുകളുടെ കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പം സോഷ്യൽ മീഡിയ മുഴുവനും ഇയാളെ തലകെട്ട് കഴിച്ചിട്ട ഫോട്ടോ, തലകെട്ട് പിന്നെ മറ്റേ തൊപ്പിട്ട ഫോട്ടോ, മൂപ്പര് കളർ കന്തൂറിട്ട ഫോട്ടോ, മൂപ്പര് അങ്ങാടി കൂടെ പോണ ഫോട്ടോ, ആകെ അങ്ങോട്ട് ഇളകിയപ്പോഴാണ് ഉസ്താദ് എന്ത് പറയുന്നത്, എന്നാ ഒരു സൂര്യനെ പോയിട്ട് അങ്ങാടിയിലുള്ള സുരേന്ദ്രനെ പോലും ഇങ്ങോട്ട് പിടിച്ചേക്കാൻ കഴിയാത്ത ആളുകൊണ്ട് സൂര്യനെ പിടിച്ചാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇളകിയിട്ട് അപ്പൊ ആളുകള് പ്രശ്നത്തിലാണ്. കാരണം മൂപ്പര് ഗ്ലോബൽ വില്ലേജിൽ പോയൊരു പ്രശ്നം, പിന്നെ കുറെ വെല്ലുവിളികൾ ഇങ്ങനെ കടന്നു ഇങ്ങനെ, അത് വേറൊരു പ്രശ്നം. അപ്പൊ ഇതിന് ഞാൻ മാത്രമല്ല ഭയങ്കര ചൊവ്വാലാവും വിചാരിച്ചാണ് ഇയാളെ സിംഗിലെല്ലാം കൂടി ഏതൊക്കെ ചൊവ്വാല് വിചാരിച്ച് കാത്തിക്കാണ്. സിംഗിളെ തരം സദസ് ഞാൻ തരം വീഡിയോയിൽ കണ്ടിട്ടില്ല. കാരണം എടവണ്ണപ്പാറ വരുന്ന പോലെ തന്നെയാണ് കീശയിലും ഉണ്ടായിരുന്നു, അവിടെ ഉള്ള പോലെ തന്നെയാണ് പിന്നെ അടുത്ത പരിപാടിയിൽ ഉണ്ടായിരുന്നു. കേട്ടതാണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ സദസ് ഇങ്ങനെ കാണിച്ചാൽ എല്ലായിടത്തും ഒരു മൂന്നായം കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ഒരു വസന്തരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും, എന്താണെന്നറിയില്ല. അള്ളാഹു വരാ എന്തോ ആയും ചെയ്തോട്ടെ, നമ്മളെ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആൾക്കാരുണ്ടായില്ല വിഷയമല്ല. പക്ഷേ ഇദ്ദേഹം ഈ ഗ്ലോബൽ വില്ലേജിന് റെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കും ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ കുത്തി ഒഴുകും എന്ന് മനസ്സിലാവും. കുറെ ആൾക്കാർ പോകുന്നതാണ്. അതാണെങ്കിൽ പിന്നെ ലിസ്റ്റ് ഞാൻ വിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ എവിടെ എത്തുന്നു നമ്മൾ നോക്കുക. അങ്ങനെ മൂപ്പര് അടുത്ത പരിപാടി, കാരണം ഈ മുഖം എന്ത് ചെയ്യണം, ഇനി ഒന്ന് വെളുപ്പിക്കണമല്ലോ, കാരണം ആ തലയുടെ വേണ്ടി അത് ഒരിക്കലും ഇങ്ങനെ ആക്കണ്ടല്ലേ. അപ്പൊ നൗഷാദാസിന് ഇവിടെ പലതും പറയുന്നൊക്കെ പറഞ്ഞു വെച്ച് പോയതാണ്. ഇപ്പൊ പറയണേ മൂപ്പരൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളാണ് ഇനി നിയന്ത്രിക്കാൻ പോണത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ അത് വെറുതെ പറയല്ല, മൂപ്പര് പരസ്യമായി പ്രസംഗിക്കാണ്. ഇനി നിങ്ങൾ എന്തു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആര്? AP ഉസ്താദ് എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന് ഇനി ആരാ തീരുമാനിക്കേണ്ടേ? കുരുവട്ടൂര് തീരുമാനിക്കും. അത് നിങ്ങൾ മാറ്റർ കണ്ടാണ് പോയി വിചാരിച്ചു അവിടെ പറയാനൊന്നും പോയില്ല. സിഹർ പഠിച്ചിക്കണോ എന്ന് നമ്മളൊന്ന് പഠിക്കണം എന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ഉസ്താദാണെന്നുള്ളത് കൂടി ചിന്തിക്കണം, നല്ലതാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. ഉസ്താദ് എന്തു പറയണമെന്ന് ഇനി ഞങ്ങൾ തീരുമാനിക്കും. ഇനി വേദനിക്കുന്നൊരു പദം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ നാവുകൊണ്ട് ഞാൻ പറയണില്ല, ഒരു ചെറിയ 2 ക്ലിപ്പും കൂടി നിങ്ങളെ കേൾപ്പിച്ച് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കാണാം. ഈ കാലത്തുണ്ടല്ലോ കുത്തുബും ഹൗസും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പം കുത്തുബും ഹൗസും ഒക്കെ ഏത് കാലത്തുണ്ടെങ്കിലും ഓല് പറഞ്ഞുകൊണ്ടുണ്ടാവുന്നത്. അതെ,
ഞാൻ കുത്തുബാണ്, ഞാൻ ഹൗസാണ്, ഞാൻ കുത്തുബാണ്, ഞാൻ ഹൗസാണ്, ഞാൻ വലിയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞിടക്കണോല് പറയുമ്പോ പറഞ്ഞിട്ട് തന്നെ എല്ലാരും ഉണ്ടാകാം. പറഞ്ഞിട്ട് തന്നെ എല്ലാരും ഉണ്ടാകാം. എങ്ങട്ടാ പോയേ നോക്ക്, ഏട്ടാ പോയേ കുരുവട്ടൂർക്കാണ് പോയത്. അങ്ങനെ പോകാൻ പാടുണ്ടോ? കുരുവട്ടൂരിലുള്ള ആളെ കുറിച്ച് അങ്ങനെ പറയല പുസ്തകം. ബാക്കിയാട്ടോടി മുഖവും നിങ്ങൾ ഏതാ ജാതിന്നും നമ്മൾ വയലൊന്നും പറയേണ്ടി വരൂല, ഐശ്വര്യ വിശദീകരിക്കേണ്ടി ഒന്നും വരൂല, നാട്ടുകാർക്ക് മനസ്സിലാവൂത്. അതാണ് പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോവല്ലേ, തൊള്ളെ കൂടി വരിക, നിങ്ങളെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരിക, അല്ലാണ്ട് നിങ്ങൾ തീരുമാനം ജനങ്ങളടുത്തത് വെളിവാവൂല. ആയി കഴിഞ്ഞിട്ട് ഇവരിപ്പോഴും അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വയലറിയണമെന്ന് പോയിട്ട് വയലറിയാണെന്ന് കഴിയൂല. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെ ചെയ്യും. കേൾക്കുന്നുങ്ങള് തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോന്തൊക്കെ വിചാരിച്ചായി പോയി ഉള്ളാളത്തേക്ക് എന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോന്നേ. ഉള്ളാളത്ത് മഹാനായ സയ്യിദ് മദനി തങ്ങളെ മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പ് ഇവൻ വെല്ലുവിളിക്കണേ ഔലിയാക്കന്മാരെ. ഉളുപ്പുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദ്റത്ത് പോയിട്ട് പറയല. അതേതോ ചെറിയ മൊയ്ലാക്കുട്ടിയോ മുതാലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്കം വിളിച്ചു പറയല്ലേ? സുബ്ഹാനല്ലാഹ്. കേട്ടങ്ങള് തന്തായില്ലേ? ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല. മൂപ്പര് ചെറിയ കുട്ടിയായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അറിയേണ്ടി ചോദിക്കാട്ടോ, ത്വരീഖ് ഒരു ഷെയ്ഖ് എന്ന് പറയുന്ന കുത്തുബ് എന്നൊക്കെ പറയുന്ന ഒരാളെ സംസ്കാരമാണത്. അതെന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിങ്ങള്. ബാക്കിയൊക്കെ അടക്കട്ടെ. പി ഉസ്താദ് ആവുന്ന ഒരു വന്യ വയോധികനെ കുറിച്ച് തന്തയാണ് എന്ന് പറയാൻ മാത്രം ഇയാളെ പുസ്തകം എന്താ ചെയ്ത് അത് ചിന്തിക്കണത്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ശരിക്ക് ചിന്തിച്ചിട്ട്, ഞാൻ പറഞ്ഞു എന്നുള്ളവർക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടിട്ടൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞതിന്റെ തുടക്കം മുതൽ അവസാനം വരെ, അതായത് നൗഷാദ് എന്ന് പറയുന്ന ആ ഒതുക്കുങ്ങക്കാരനായ മൊയ്ലിയാർ, അദ്ദേഹം പഠിച്ചതും അദ്ദേഹത്തിന്റെ മാറ്റങ്ങളുടെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മസ്അലകൾ ആളുകൾക്കനുസരിച്ച് മാറി 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 ദീന് വികലമാക്കി ആക്കി അതായത് ഷെയ്ഖ് എങ്ങനെയാണോ അതിന് പാകപ്പെടുത്തി ഇസ്ലാമിനെ പാകപ്പെടുത്തുക. അല്ലാതെ ഇസ്ലാമിനനുസരിച്ച് ഷെയ്ഖിനെ കണ്ടെത്തുന്നതിനു പകരം കണ്ട ഷെയ്ഖിനെ അദ്ദേഹം എന്താണോ ചെയ്തത് അതാണ് ദീനി എന്ന് സമൂഹത്തോട് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ശവ്വാലായപ്പുണ്ടായ കുറെ സംഭവം, കുറെ രസങ്ങളുണ്ട് ഇതില്, ദുഃഖങ്ങൾ ഒപ്പം തന്നെ. ഇയാള് ഗ്ലോബൽ വില്ലേജിൽ പോയി. വേറൊരു മൊയ്ലിയാരുണ്ടല്ലോ ഇവരൊപ്പം, മറ്റേ എന്താണ് അയാളുടെ പേര്, തൃശ്ശൂർ ഭാഗത്തുള്ള മൂപ്പര് ചാവക്കാട് കടപ്പുറത്തുണ്ടായിരുന്നല്ലോ. ആ ചീത്ത അറിയാൻ ഇങ്ങനെ സ്ട്രോങ്ങിൽ വന്ന് പറയുന്നത് മൊയ്ലിയാരില്ലേ, ഒരു പേര് മനസ്സിലായില്ലേ? മൂപ്പര് മഗ്‌രിബിന്റെ നേരത്ത് കടപ്പുറത്തുണ്ട്. അപ്പൊ എന്റെ ചങ്ങായി വോയിസ് ഇട്ട്, പിന്നെ തൊഴിയൂര് അല്ലെ, തൊഴിയൂരുണ്ട് ഇവിടെ കടപ്പുറത്ത് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് അയാളോട് ചോദിച്ചു, നിങ്ങളെന്താ മഗ്‌രിബ് നിസ്കരിക്കാത്തത്? മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞ് ഇശാ ആയിട്ട് മൂപ്പര് മഗ്‌രിബ് നിസ്കരിക്കണില്ല. അപ്പൊ ചോദിച്ചാലോ, അപ്പൊ മൂപ്പര് എന്തോ ഒഴിവായി പറഞ്ഞ് മാറി ഇറങ്ങി. ഞാൻ പറഞ്ഞു പിന്നെ ജമ്മും കസറൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇയാളെ പോരേന്ന് ആകെ 9 കിലോമീറ്റർ ഈ ചാവക്കാട് കടപ്പുറത്തേക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു മൊയ്ലിയാമാരല്ലേ, കിതാബ് ഓതുന്ന മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ കൗലും കീലൊക്കെ ഉണ്ടാവും, നമ്മള് സാധാരണക്കാരനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഒരാൾ എന്നോട് പറയാണ്, എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് ഞങ്ങളോട് പറയാണ്. എന്നോടൊരാൾ പറയാണ്, തൊഴിയൂര് ഒരു പേജ് കിതാബ്, ഇത് എന്നെ ശ്രമിക്കുന്ന ആർക്കും വെല്ലുവിളി ഏറ്റെടുക്കട്ടോ, വായിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. എന്നോടൊരാൾ പറഞ്ഞത് ഞങ്ങളോട് പറയാണ്, ഒരു പേജ് ഹർക്കത്തിടാത്ത കിതാബിന്റെ ഒരു പേജ്, ഒറ്റ പേജ്, ഏത് കിതാബായാലും കുഴപ്പമില്ല, എന്തായാലും വേണ്ടിയില്ല, ഫത്തുഹുൽ മുഈൻ ആയാലും വേണ്ടിയില്ല, ഏതെങ്കിലും ഒരു കിതാബിന്റെ ഒരു പേജ് ഇറാബും തെർക്കീബും തെറ്റാതെ വായിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോളാം. പിന്നെ ഓനെങ്ങനെ ജമ്മു കസൂർ നിങ്ങളൊന്നും പോയാണ് ഇവിടെ നിന്ന്, എന്താ ഇപ്പൊ ഞാൻ പറയും, എനിക്കറിയില്ല. അതാണ് ഇപ്പൊ അയിത്തൊരു മഹാന്. അങ്ങനെ അയാളെ പ്രസംഗം കേട്ടുമ്പോ അതിനൊന്നും ഒരു ഹദീസോ ആയത്തൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചിപ്പോ അവിടെ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറയാമെന്നാണോ എന്ന് അറിയില്ല. അതാണ് ഇപ്പോ അയിത്തൊരു മഹാന്. അടുപ്പും കല്ലിനെ ഓരോ 3 എണ്ണം ഉണ്ട്, ഒന്ന് അളിയാക്കി, ഒന്ന് മറ്റേ അളിയനും, ഒന്ന് ഈ അളിയനും, ഓർക്ക് ഇങ്ങനെ തീയക്കാന് ഇപ്പൊ ഈ പറഞ്ഞ മഹാനും. ഇങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഉള്ളത്. അതുകൊണ്ട് ദീന് ശരിക്കും പഠിച്ച് ഈമാൻ നഷ്ടപ്പെടാതെ
മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലെയുള്ള കള്ളത്തൊരീക്കത്തുകളിൽ പെട്ട് ഉലമാഇന്റെ മാംസം തിന്നേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാ വിഷമം കൊണ്ട് വീഡിയോ ചെയ്തതാണ്. തുടങ്ങിയ സ്ഥിതിക്ക് ഇൻഷാ അള്ളാ ഇതിന്റെ 2ാം പാർട്ട് ഇൻഷാ അള്ളാ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തി. അള്ളാഹു തആല സുൽത്താനുൽ ഉലമക്കും റഈസുൽ ഉലമക്കും മുഹയ്യിസുന്ന പൊന്മള ഉസ്താദിനും പേരോട് ഉസ്താദിനും ബദർ സാദാത്ത് ഖലീൽ തങ്ങപ്പാപ്പാക്കും നമ്മുടെ എല്ലാ ഉലമായിനും ആഫിയത്തുള്ള ദീർഘ ആയുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സുൽത്താനുൽ ഉലമയുടെ തണല് അള്ളാഹു തആല നമുക്ക് ദീർഘകാലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഇത്തിക്കണ്ണികളുടെയും എല്ലാ ഷെറുടേവരുടെ ഷെറിനെ തൊട്ടും എല്ലാ സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ടും അള്ളാഹു നമ്മളെയും നമ്മുടെ ഉലമായിനെയും നമ്മുടെ പ്രസ്ഥാനത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.